നമസ്കാരം. നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് നമ്മുടെ മനോഭാവം. വിശുദ്ധ ബൈബിളിൽ ഒരു ധനികന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെയും ജീവിതത്തിലൂടെ മൂന്ന് വ്യത്യസ്ത മനോഭാവങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിൽ ഇളയ മകൻ അപ്പനോട് തനിക്ക് കിട്ടേണ്ടുന്ന ഓഹരിയെല്ലാം ചോദിച്ചു വാങ്ങിയിട്ട് ആ പണവുമായിട്ട് വീട് ഉപേക്ഷിച്ച് അപ്പനെയും സഹോദരനെ ഉപേക്ഷിച്ച് കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കുകയും ദൂർത്തടിക്കുകയും ചെയ്തുകൊണ്ട് മ്ലേച്ഛകരമായ രീതിയിൽ ജീവിക്കുന്നു. കുടുംബത്തെ മറന്ന് കുടുംബത്തിന് മാനക്കേട് വരുത്തക്ക രീതിയിൽ ജീവിച്ച് ഒടുവിൽ സമ്പത്തെല്ലാം തീർന്നപ്പോൾ കൂട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൂലിപ്പണി ചെയ്യുകയും അതോടൊപ്പം തന്നെ വിശപ്പടക്കാൻ വേണ്ടി കന്നുകാലികളുടെ ഭക്ഷണം കഴിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്ത ഒരു മകൻ. ഈ മകന് ആ സന്ദർഭത്തിലാണ് അവനൊരു ബോധോദയം ഉണ്ടാകുന്നതും അവൻ ചിന്തിക്കുന്നതും എന്റെ ഭവനത്തിൽ എന്റെ അപ്പനോടൊപ്പം ജോലി ചെയ്യുന്ന ജീവനക്കാർ എത്ര സന്തോഷത്തോടും സമൃദ്ധിയിലുമാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്റെ തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് എന്റെ പിതാവിനോട് ക്ഷമ ചോദിക്കുകയും മാപ്പിരക്കുകയും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ജോലിക്കാരിൽ ഒരുവനായിട്ട് എന്നെ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ സമീപിക്കുന്ന ഒരു മകൻ. രണ്ടാമത്തേത് അപ്പന്റെ മനോഭാവമാണ്. തന്നെ ഉപേക്ഷിച്ചിട്ട് തനിക്ക് മാനഹാനി വരുത്തുന്ന രീതിയിൽ, കുടുംബത്തിന് മാനഹാനി വരുത്തുന്ന രീതിയിൽ ജീവിച്ചിട്ട് പോലും തെറ്റ് മനസ്സിലാക്കി തിരികെ വന്ന മകനെ അൺകണ്ടീഷണൽ ലവ് ആയിട്ട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ തള്ളിപ്പറയാതെ അകറ്റാതെ കൈനീട്ടി സ്വീകരിക്കുന്ന മനോഭാവമുള്ള അപ്പൻ. മൂന്നാമത് ധൂർത്തപുത്രനായ തന്റെ സഹോദരൻ മ്ലേച്ഛകരമായ രീതിയിൽ ജീവിച്ച് സകലതും നശിപ്പിച്ചിട്ട് തിരികെ വന്നപ്പോൾ അവനെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച അപ്പന്റെ സമീപനത്തിൽ മനോഭാവത്തിൽ വിഷമിക്കുന്ന അസ്വസ്ഥനാകുന്ന മൂത്ത മകൻ. നോക്കുക, മൂന്ന് പേരുടെയും മനോഭാവം. ഒന്ന്, പണം കിട്ടിയപ്പോൾ ബന്ധുക്കളെ എല്ലാം മറന്ന്, സ്വന്തക്കാരെയും ബന്ധുക്കളെയും മറന്ന് മ്ലേച്ഛകരമായ രീതിയിൽ ജീവിക്കുകയും ഒടുക്കം ഒരു പരാജയം ഉണ്ടായപ്പോൾ അതിൽ മനം തൊണ്ട് മാനസാന്തരപ്പെട്ട് തിരികെ വരുന്ന ഒരു മനോഭാവം. രണ്ടാമത്തേത്, തെറ്റ് ചെയ്തിട്ടും കുടുംബത്തിന് നാണക്കേട് വരുത്തിയിട്ടും അതൊന്നും ഓർക്കാതെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന മനോഭാവം. മൂന്നാമത്തേത്, മറ്റുള്ളവരുടെ വളർച്ചയിൽ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന നന്മയിൽ അസ്വസ്ഥമാകുന്ന മനോഭാവം. പ്രിയമുള്ളവരെ, ഇതിൽ ഏതാണ് നിങ്ങളുടെ മനോഭാവം? തെറ്റ് പറ്റിയെങ്കിൽ, വീഴ്ച പറ്റിയെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ക്ഷമ ചോദിക്കുന്ന മനോഭാവം. അതല്ല എങ്കിൽ തെറ്റ് ചെയ്തവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചുകൊണ്ട് അവരെ ഉൾക്കൊള്ളുന്ന മനോഭാവം. മൂന്നാമത്തേത്, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസ്വസ്ഥമാകുന്ന മനോഭാവം. ഇതിൽ ആദ്യത്തെ രണ്ട് മനോഭാവം അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന മനോഭാവമാണ്. തെറ്റുകൾ മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്ന മനോഭാവം, തെറ്റ് ചെയ്തവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്ന മനോഭാവം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും നന്മകൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ അവരെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഓരോ ദിവസവും മെച്ചപ്പെട്ടതാക്കാം. നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു.